അമ്മയുടെ പ്രതിഷേധത്തിൻ്റെ സാക്ഷിയായി ഈ സ്വർഗീയ ആൾത്താരയിൽ പ്രതിഷേധത്തിൻ്റെ സാക്ഷിയായി ഈ സ്വർഗീയ ആൾത്താരയിൽ കയറി നിൽക്കുവാൻ ഭാഗ്യം തന്നതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സിജി ജോബി. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നു. എൻ്റെ 2 കുട്ടികളാണ്. മൂത്ത കുട്ടി ആൻ എലിസബത്തും ഇളയത് ഏഞ്ചൽ മരിയ ജോബി. അവർ 10th പഠിക്കുന്നു. ഈ കഴിഞ്ഞ SLC പരീക്ഷയിൽ ഉന്നത വിജയം കിട്ടുവാൻ ഞാൻ ഉടമ്പടിയിൽ വച്ചിരുന്നു. കഴിഞ്ഞ പരീക്ഷകൾക്കെല്ലാം ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, അങ്ങനെ പരീക്ഷകൾക്കെല്ലാം തീരെ മാർക്ക് കുറവായിരുന്നു. അതുകൊണ്ട് വളരെയധികം വിഷമത്തോടെയാണ് ഞാൻ അവരെ എക്സാമിന് വേണ്ടി പറഞ്ഞയച്ചത്. മോഡൽ എക്സാമിനാണെങ്കിലും ഒന്നും അറിയാതെ ഒത്തിരി വിഷമത്തോടെയാണ് ഞാൻ പറഞ്ഞയച്ചത്. എങ്കിൽ പോലും SLC എക്സാമിന് പോയപ്പോൾ തൈലം പൂശുകയും ഉപ്പ് വിതറി പ്രാർത്ഥിക്കുകയും ചെയ്ത് അതിൻ്റെ ഫലമായിട്ട് പരീക്ഷ നന്നായി എഴുതുവാനും മാതാവ് എല്ലാം പരീക്ഷാ ഹാളിൽ വന്ന് എല്ലാം കുട്ടികൾക്കെല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് അവർ നന്നായിട്ട് എഴുതി. റിസൾട്ട് വന്നപ്പോൾ ഇളയ കുട്ടിക്ക് 6 A+ഉം മൂത്ത മകൾക്ക് ഫുൾ A+ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. ഇതെൻ്റെ 6ാമത്തെ ഉടമ്പടിയാണ്. 6ാമത്തെ ഉടമ്പടിയിലാണ് എനിക്ക് സാക്ഷ്യം പറയുവാനായിട്ട് ഭാഗ്യം ലഭിച്ചത്. 1ാമത്തെ ഉടമ്പടിയിൽ എൻ്റെ നിബന്ധനകൾ വളരെ ഭംഗിയായിട്ട്, എൻ്റെ ഭർത്താവിന് വിശ്വാസമില്ലായിരുന്നെങ്കിൽ പോലും വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളിലും എന്നേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചും എല്ലാം എന്ത് വേണം, എനിക്ക് എന്ത് ചെയ്തു തരണം എന്നുള്ള ഇതിൽ എല്ലാം ചെയ്തു തരികയും വളരെ സന്തോഷത്തോടെ എല്ലാം ഏറ്റെടുക്കുകയും എൻ്റെ കൂടെ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. 2ാമത്തെ ഉടമ്പടിയിൽ എനിക്ക് ഭവനമില്ലായിരുന്നു. എനിക്കൊരു നല്ല ഭവനത്തിന് വേണ്ടിയിട്ട് തറക്കല്ലിടുവാനും 6ാമത്തെ ഉടമ്പടിയിൽ ഞങ്ങൾ ഈ ഭവനത്തിൽ കയറി താമസിക്കുകയും 15 വർഷമായിട്ട് ഞങ്ങൾക്ക് വീടില്ലായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ഞങ്ങൾക്ക് കിടക്കാൻ പോലും ഇടമില്ലാതെ ഞങ്ങൾ ഒത്തിരി വിഷമിക്കുമായിരുന്നു. 2 കുട്ടികളെയും കൊണ്ട് കിടക്കുവാനും ഒത്തിരി വിഷമിക്കുമായിരുന്നു. എങ്കിലും അവിടെയെല്ലാം മാതാവ് ഞങ്ങളെ ചേർത്ത് പിടിച്ചു. കാരുണ്യപ്രവർത്തികളായിട്ട് പ്രേക്ഷിത പ്രവർത്തനം 16 കെട്ട് പത്രം വാങ്ങിച്ച് ബസ് സ്റ്റാൻഡുകളിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും ഹോസ്പിറ്റലിൽ എന്ന് വേണ്ട എല്ലാ സ്ഥലത്തും കൊടുക്കുകയും എല്ലാവരും എന്നെ ഒത്തിരി ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാതെ എല്ലാവർക്കും പ്രാർത്ഥനയോടെ പ്രതിഷേധ പ്രാർത്ഥന അതിൽ പ്രിൻ്റ് ചെയ്ത് ഞാൻ കൊടുക്കുമായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് അസുഖമുള്ളവരെ കണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവർക്ക് തൈലം തൊട്ട് കൊടുക്കുകയും അവർക്ക് മാതാവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവരുടെ കൂടെ ഇരുന്ന് ഞാൻ ഇരിക്കുമായിരുന്നു. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ഓർഫനേജിൽ പോകും. അവരുടെ കൂടെ ജപമാല ചൊല്ലും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അമ്മയെപ്പറ്റി ഒരുപാട് പറഞ്ഞു കൊടുക്കും. അവർക്ക് സന്തോഷവും സമാധാനവും എല്ലാം ഞാൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഈ കുട്ടികളുടെ കൂടെ പരീക്ഷ എഴുതി എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി എന്നും ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ജപമാല എന്താണെന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും ഞാൻ അവിടുത്തെ സിസ്റ്റർമാരോട് ചോദിച്ച് ജപമാല എനിക്ക് ഒരു ഗിഫ്റ്റായിട്ട് തന്ന് അതിലൂടെയാണ് ഞാൻ ജപമാലയിൽ കൂടുതൽ ശക്തിപ്പെടുകയും ജപമാലയെക്കുറിച്ച് കൂടുതൽ അറിയുകയും ജപമാല പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് അതിൽ നിന്ന് ലഭിക്കുന്നത് എന്നൊക്കെ പഠിക്കുവാൻ എനിക്ക് സാധിച്ചു. ആത്മീയ ജീവിതത്തിൽ ബൈബിൾ എത്ര നേരം വായിക്കാമോ അത്രയും നേരം ഞാൻ വായിക്കുമായിരുന്നു. ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. എല്ലാ കുട്ടികളെയും നല്ല രീതിയിൽ പഠിപ്പിക്കുകയും എൻ്റെ കുഞ്ഞുങ്ങളെയും അതുപോലെ ചേർത്ത് പിടിച്ച് അവർക്ക് ദൈവവചനം പറഞ്ഞു കൊടുത്ത് അവരെ സന്തോഷത്തിലേക്ക് ആത്മീയ വളർച്ചയിലേക്കൊക്കെ വളർത്തുവാൻ എനിക്ക് സാധിക്കുമായിരുന്നു. സ്കൂളിൽ നിന്ന് ടീച്ചർ ഇളയ മകളെ സ്കൂളിൽ നിന്ന് മാറ്റിക്കോ എന്ന് വരെ പറഞ്ഞൊരു അവസരമുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ അമ്മയുടെ കാശുരൂപം മുറുകെ പിടിക്കുകയും ജപമാല ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുകയും ഒത്തിരി വിഷമിക്കുകയും ചെയ്ത അവസരത്തിൽ മാതാവിൻ്റെ കൂടെ നിന്ന് എന്നെ ഒത്തിരി സഹായിക്കുമായിരുന്നു. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ഈ വചനം ഞാൻ ശക്തമായിട്ട് എൻ്റെ ഹൃദയത്തിൽ തറച്ച് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ ഉടമ്പടി എടുത്തത് മൂലം സ്വർഗീയ സന്തോഷവും സമാധാനവും എല്ലാ ദിവസവും ബൈബിൾ വായിക്കുകയും സന്ധ്യാപ്രാർത്ഥനയിൽ ഒത്തിരി ഞങ്ങൾക്ക്
ശക്തിപ്പെടുവാനും പ്രതിഷേധന പ്രാർത്ഥന എന്താണെന്ന് അത് പഠിക്കുവാനും എല്ലാം എനിക്ക് സാധിച്ചു. ഞാൻ ഓർത്തഡോക്സ് ആണെങ്കിൽ പോലും എനിക്ക് കാത്തലിക്സിൻ്റെ എല്ലാ കാര്യങ്ങളിലും കൂടുതലായിട്ട് വളർന്നു വരുവാനുള്ള ഒരു ശക്തി എനിക്ക് മാതാവ് തന്നു. പിന്നെ കുഞ്ഞുങ്ങളുടെ പരീക്ഷയുടെ സമയത്ത് ഞാൻ തിരി കത്തിച്ച് അവർ പരീക്ഷ കഴിഞ്ഞ് വരുന്നത് വരെ തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി തൈലം കൊടുത്ത് വിടുമായിരുന്നു. അപ്പോൾ എനിക്ക് അതിൽ മാതാവിൻ്റെ രൂപം തെളിഞ്ഞു പച്ചത്തിരിയിൽ. പിന്നെ സാക്ഷ്യം പറയാൻ നേർന്നത് മൂലം എനിക്ക് ഹാർട്ട് 2 പ്രാവശ്യം തിരിയിൽ തെളിഞ്ഞു വന്നു. നിന്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും. അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയ പതാക പാറിക്കും. കർത്താവ് നിന്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ. സങ്കീർത്തനം 20:5 വചനമാണ്. ഒരു രീതിയിലും പരീക്ഷ പാസ്സാകാനുള്ള സാധ്യത ഒന്നുമില്ല. മാത്സ് എക്സാം പോലും ഈ സഹോദരി പറഞ്ഞത് പ്രകാരം വളരെ സിംഗിൾ നമ്പേഴ്സാണ്, ഡിജിറ്റ്സാണ്. പക്ഷേങ്കിൽ ഇവിടെ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ കൃപയാണ്, ഈശോയുടെ ഒരു വലിയ കൃപയാണ്. അമ്മയുടെ ഇൻ്റർസെഷൻ വഴി, അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ നൽകിയൊരു വലിയ അനുഗ്രഹമാണ് ഈ പ്രാവശ്യത്തെ SSLC റിസൾട്ട്. പല കുട്ടികൾ SSLC റിസൾട്ടുമായി വന്നെങ്കിലും ഇവരുടെ റിസൾട്ട് എന്തോ വ്യത്യസ്തമാണ്. കാരണമുണ്ട്. ഇത് കംപ്ലീറ്റ്ലി അബ്സല്യൂട്ട്ലി നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ് ഇന്ന് ഈ മക്കൾ SSLC റിസൾട്ടുമായിട്ട് പ്രത്യേകിച്ച് അമ്മയുടെ സന്നിധിയിൽ അമ്മയ്ക്ക് നന്ദി പറയുവാനായിട്ട് വന്നിരിക്കുന്നത്. 15 വർഷത്തോളം ഉണ്ടായിരുന്ന ഒരാഗ്രഹമായിരുന്നു ഒരു ഭവനത്തിന് വേണ്ടിയിട്ട്. നമുക്കറിയാം, ഉടമ്പടിയിൽ അസാധ്യമായ കാര്യങ്ങൾ നിയോഗമായി സമർപ്പിക്കാനായിട്ടാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മളോട് പലപ്പോഴും പറയാറുള്ളത്. അതുപോലെ തന്നെയാണ് നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു നല്ലൊരു ഭവനം നൽകിയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, അതെല്ലാം തരണം ചെയ്ത് ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഉടമ്പടിയിൽ വെച്ചതിൻ്റെ ഫലമായിട്ട് മാത്രമായിട്ടാണ് ഇന്ന് ഭവനത്തിൻ്റെ വർക്ക് പൂർത്തിയാക്കുകയും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാനായിട്ട് അമ്മയുടെ സന്നിധിയിൽ വന്നത്. പലപ്പോഴും അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ കൂടെയുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് മെഴുകുതിരിയിൽ അമ്മയുടെ സാന്നിധ്യം വെളിപ്പെടുത്തി കൊടുത്തത്. ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ആഹ്ലാദിക്കാനുള്ള ഓരോ സാഹചര്യങ്ങളും നമുക്ക് ഒരുക്കി തരികയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നമുക്ക് ലഭിക്കുമെന്ന് പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, ഉടമ്പടി ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് നയിക്കുമ്പോൾ നമുക്ക് ആഹ്ലാദിക്കാനുള്ള ഓരോ അവസരങ്ങൾ ഒരുക്കി തരികയാണ് ഈശോയും അമ്മയും. നമ്മുടെ ജീവിതത്തിലും ഏതുതരം പ്രതിസന്ധികളും പ്രശ്നങ്ങളുണ്ടായാലും നമുക്കും ആഹ്ലാദിക്കുവാനുള്ള സാഹചര്യം ഒരുക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ആ വിജയ പതാക പറക്കുവാനുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കട്ടെ എന്നും നമ്മുടെ അപേക്ഷകൾ കൈക്കൊള്ളുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ആ വിശ്വാസം ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമെല്ലാം അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് സിജി ജോബിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.